കാനഡയിൽ PR കിട്ടാൻ ഒരു അവസരം കാത്തിരിക്കുകയാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കൊരു സുവർണാവസരം വന്നിരിക്കുകയാണ്. IRCC പുതിയ പൈലറ്റ് പ്രോഗ്രാംസ് രണ്ടെണ്ണം അനൗൺസ് ചെയ്തിരിക്കുകയാണ്, RCIPയും FCIPയും. ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നോക്കാം. RNIP 2024 ഡിസംബർ 31 സക്സസ്ഫുൾ ആയിരുന്നപ്പോൾ ഏകദേശം 8580 ആൾക്കാർക്കാണ് PR കിട്ടിയിരിക്കുന്നത്, ഈ റൂറൽ കമ്മ്യൂണിറ്റീസ് വർക്ക് ചെയ്യുന്നവർക്ക്. RCIP എന്ന് പറഞ്ഞാൽ റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇവിടെ റൂറൽ ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവിടെ ആളുകൾ കൂടുതൽ വരാനും അവിടെ കൂടുതൽ സ്കിൽഡ് ജോബുകൾ ഉണ്ടാവാനും വേണ്ടിയുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാമാണിത്. രണ്ടാമത്തെ FCIP, ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോഫോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകളെന്നാണ്. അതായത് മെയിൻലി ഫ്രഞ്ച് കമ്മ്യൂണിറ്റികളെ വളരാൻ വേണ്ടിയാണ് അവരത് ഉപയോഗപ്പെടുത്തുന്നത്. ഔട്ട്സൈഡ് ഓഫ് ക്യൂബക്കാണ് ഇപ്പോൾ മെയിൻലി അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഫ്രഞ്ച് സംസാരിക്കുന്ന ഫ്രഞ്ച് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓൾറെഡി പാസ്സായിട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെയുള്ള ഇവരൊരു 4 കമ്മ്യൂണിറ്റീസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 4 കമ്മ്യൂണിറ്റീസിലാണ് നിങ്ങളുടെ ജോബെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ കൂടി PRന് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 കമ്മ്യൂണിറ്റീസിലാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ 14 കമ്മ്യൂണിറ്റീസ് RCIPക്ക് വേണ്ടിയും 4 കമ്മ്യൂണിറ്റീസ് FCIPക്കും വേണ്ടിയുള്ളതാണ്. ഈ കാണുന്ന സ്ഥലങ്ങളിലാണ് RCIP നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, അത് നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പക്ഷെ എന്തായാലും January 31, 2025 എന്തായാലും IRCC ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ സംഭവം ഉള്ളതാണ്. പക്ഷേ ഇനിയും അതിൻ്റെ പ്രയോറിറ്റി ജോബ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വരാൻ കിടക്കുന്നതേയുള്ളൂ. ഈ RCIPയിലുള്ള 14 കമ്മ്യൂണിറ്റീസിൽ 2 ടിമ്മിൻസും സഡ്ബറിയും ഫ്രാങ്കോഫോണുമായിട്ടും കൂടി ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രാങ്കോഫോണിൽ ഇതല്ലാതെ വരുന്ന ബാക്കി കമ്മ്യൂണിറ്റീസ് ആണ് ഇതൊക്കെ. ഈ ഒരു പ്രോഗ്രാമിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് കാനഡയിൽ താമസിക്കുന്നവർക്കും കാനഡയ്ക്ക് പുറത്ത് താമസിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ഒരു ജോബ് ഓഫർ വേണം. ആ ജോബ് ഓഫർ കിട്ടുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ്, അറ്റ്ലീസ്റ്റ് 1 year വർക്ക് എക്സ്പീരിയൻസ്, അതായത് 1560 hours ആണ് അവർ കറക്റ്റായിട്ട് പറയുക. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ജോബിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിന് എലിജിബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, ചെക്ക് ലിസ്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യമാണ് ലാംഗ്വേജ് അസസ്മെന്റ് ടെസ്റ്റ് എന്നുള്ളത്. ഒന്നെങ്കിൽ IELTS അല്ലെങ്കിൽ SELPIP അല്ലെങ്കിൽ PTE. ഇതിൻ്റെ എന്തെങ്കിലും മിനിമം സ്കോർ അറ്റ്ലീസ്റ്റ് സ്കോർ ചെയ്ത് വെക്കുക. നിങ്ങൾ ടെസ്റ്റ് എഴുതാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി IELTS അല്ലെങ്കിൽ SELPIP എഴുതുക. എന്നിട്ട് അതിലൊരു മിനിമം സ്കോർ വാങ്ങി വെക്കുക. കാർഡ് എപ്പോഴും അറിയാലോ, 2 yearന്റെ എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി കാനഡയിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രെഡൻഷ്യൽ നമുക്ക് ആവശ്യമുണ്ട്. ഇനി പുറത്താണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ, അതായത് ഔട്ട്സൈഡ് കാനഡയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും EC ആവശ്യമായിട്ടുണ്ട്. അതായത് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ജസ്റ്റ് EC എന്ന്, അതായത് വെസ് റിപ്പോർട്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ഔട്ട്സൈഡ് ആണ് നമ്മുടെ സ്റ്റഡീസ് നടത്തിയതെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എടുക്കേണ്ടതെന്ന്. കാരണം കാനഡയിലെ എഡ്യൂക്കേഷനും പുറത്തെ എഡ്യൂക്കേഷനും ഇക്വലൻ്റ് ആകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത്. അപ്പം അത് പ്രധാനമായിട്ടും വേണം. അടുത്തതായിട്ട് വേണ്ടത് നമ്മളുടെ ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ പ്രൂഫാണ്. നമ്മുടെ പേ ചെക്കും അതുപോലെ നമ്മുടെ അവിടുന്ന് കിട്ടുന്ന ജോബ് ഓഫറും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം. അപ്പം അതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് എപ്പോഴും നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. പേ ചെക്ക് എല്ലാം നമ്മളൊരു 1 yearന്റെ എങ്കിലും നമ്മളൊരു PDF ആയിട്ട് എപ്പോഴും എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അവർ എപ്പോൾ വേണമെങ്കിലും അത് ചോദിക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത്, ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഡിപ്പെൻഡൻസ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ട്, അവരെ കൂടെ നമ്മൾ ഇതിൽ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഫണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്കും കൂടെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ടാണ്. സെറ്റിൽമെന്റ് ഫണ്ട് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാ വർഷവും കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മെമ്പർ, അതായത് ഒരേ ഒരു ആപ്ലിക്കൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ പോലും തന്നെ അവർ സെറ്റിൽമെന്റ് ഫണ്ടായിട്ട് ചോദിക്കുന്നത് $7,963 ആണ്. അതിന് പകരം ഇപ്പൊ 2 പേരാണെങ്കിൽ
ഏകദേശം ഒരു $1800 വ്യത്യാസത്തിൽ, അതായത് എക്സാക്ട് പറയുകയാണെങ്കിൽ 2 മെമ്പേഴ്സ് ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ടെങ്കിൽ $9692 ആണ് അവരുടെ ഒരു ഫീ എന്ന് പറയുന്നത്. ഈ ഒരു RCIP അല്ലെങ്കിൽ FCIPയുടെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇപ്പോൾ അവർ പറയുന്നത് $1525 ആണ്. അപ്പൊ ഇത്രയാണ് ഏകദേശം നമുക്കൊരു കോസ്റ്റ് ആയിട്ട് വരുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റീസിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ, അതായത് നിങ്ങൾ അവിടെ നിന്നാണ് ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഒന്നും വേണ്ട. ജസ്റ്റ് ഇവിടുത്തെ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് മതി. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിലെ കോളേജിലായിരിക്കണം എന്നുള്ളത് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. കാരണം നമ്മളെല്ലാം ഏജൻസികളോട് ചോദിച്ചാണ്, നമ്മൾ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് കോളേജുകളുണ്ട്. ചില കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു RCIPയും FCIP പ്രോഗ്രാം വഴി മറ്റൊരു ഉപകാരം ഉണ്ടാകുന്നത് എംപ്ലോയേഴ്സിനാണ്. അവർ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും ഈ ഒരു പ്രോഗ്രാം വഴി. കാരണം ഒരുപാട് ആളുകൾ, സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഇമിഗ്രൻസ് ഇപ്പോഴും കാനഡയ്ക്ക് ഒരു PR കിട്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും ഈ ജോലികൾ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ എംപ്ലോയേഴ്സിന് അവരുടെ ആ ഒരു ലേബർ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. എംപ്ലോയേഴ്സിന് ഇതിന് ഒരു ഫീയും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവർക്ക് ജസ്റ്റ് വെബ്സൈറ്റിൽ കൊടുക്കുന്ന കുറച്ച് ഫ്രീ ട്രെയിനിങ്ങും ഓൺബോർഡിംഗ് ട്രെയിനിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ എംപ്ലോയറിന് കൺഫർമേഷൻ ഓഫ് ഡെസിഗ്നേഷൻ അവരവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേണം. ഈ ഒരു ഡെസിഗ്നേഷൻ കൊടുക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി ചില കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അവരൊരു 2 വർഷമായിട്ടെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണോ ഈ കമ്മ്യൂണിറ്റിയിൽ നടത്തുന്നതെന്ന് അവർ നോക്കും. അടുത്തതായിട്ട് അവർ നോക്കുന്നത് ഒരു ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള എംപ്ലോയർ ആണോ, അവർക്ക് 75% അവരുടെ ബിസിനസ് എങ്കിലും കമ്മ്യൂണിറ്റിയിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ ജസ്റ്റ് ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് അവർക്ക് ഒരു ഡെസിഗ്നേഷൻ കൊടുക്കുക. ഈ ഡെസിഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് എംപ്ലോയീസിനെ വേണമെങ്കിലും അവർക്ക് ഹയർ ചെയ്യാം. കാരണം ലോക്കലി അവൈലബിൾ ആയിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏത് ഇമിഗ്രൻസിനെ വേണമെങ്കിലും അവർക്ക് ഹയർ ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ജസ്റ്റ് ഈ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ജോബ് സെക്ടറിൽ നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ജോലിക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഒരു സുവർണ അവസരം കൂടിയാണിത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രയോറിറ്റി സെക്ടർ ജോലികൾ ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ ജോലികൾ എന്നുള്ളത് കറക്റ്റ് ഒരു ഫുൾ ടൈം ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 30 hours per week എങ്കിലും ഉണ്ടായിരിക്കണം എന്നുണ്ട്. പിന്നെ സീസണൽ ആയിട്ടുള്ള ജോബ് ആയിരിക്കരുത്. അതുപോലെ തന്നെ വോളണ്ടിയർ വർക്കോ അൺപെയ്ഡ് ഇന്റേൺഷിപ്പോ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതല്ല. അപ്പൊ നിങ്ങൾ ജോലി സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഫുൾ ടൈം ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ പ്രയോറിറ്റി സെക്ടർ എന്തൊക്കെയാണെന്ന് ഇതുവരെ അവർ വീണ്ടും ഒരു ലിസ്റ്റ് എടുത്തിട്ടിട്ടില്ല. കഴിഞ്ഞ ഒരു RNIPയിൽ December 31, 2024 വരെ അവർ തന്നിരിക്കുന്ന ഒരു പ്രയോറിറ്റി സെക്ടറുകൾ ഉണ്ടായിരുന്നു. ഹെൽത്ത് കെയർ, ട്രേഡ്, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. പക്ഷെ ഇത്തവണ ഹെൽത്ത് കെയർ എന്തായാലും ഉണ്ടെന്നുണ്ട് അറിയാം. പക്ഷെ ബാക്കി സെക്ടറുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം അവരിതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് ടൈം ലൈൻ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഉടനെ തന്നെ അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ എംപ്ലോയീസ് ആൻഡ് ഓൾ ദോസ് ഹു ആർ ലുക്കിംഗ് ഫോർ PR. I know the pain. So all the best. Don't lose the hope. Thank you for watching my video and subscribe if you like the video. Thank you. Bye-bye.